ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണത്തിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ വേണമെന്ന് SIT ആവശ്യപ്പെടുന്നു. ഉദ്യോഗസ്ഥരുടെ കുറവ് അന്വേഷണത്തെ ബാധിക്കുന്നുവെന്നാണ് അവർ പറയുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയിൽ പ്രത്യേക അപേക്ഷ കൊടുത്തു. SIT അപേക്ഷ അവധിക്കാല ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ബിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. പറയൂ ബിപിൻ. SKN ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വേണം എന്നുള്ള ആവശ്യം SIT ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. 2 CIമാരെ കൂടി ഈ ഒരു അന്വേഷണ ടീമിൽ അധികമായി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ കുറവ് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് SIT പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണം എന്നുള്ളതാണ് ആവശ്യം. ഇന്ന് ഈ അവധിക്കാല ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും. കൂടുതൽ ഉദ്യോഗസ്ഥരെ SITക്ക് നൽകണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ അന്വേഷണത്തെ ഒരു ഡിസംബർ 5-ന് ശേഷം കുറച്ച് മെല്ലെപ്പോക്കാണ് ഈ അന്വേഷണം എന്നുള്ളത് കഴിഞ്ഞ ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ച ഘട്ടത്തിൽ ഹൈക്കോടതി പറഞ്ഞിരുന്നു. വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഈ ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട സ്വർണം എവിടെയാണ് അത് കണ്ടെത്താൻ SITക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വിമർശനം കൂടി പരോക്ഷമായി ആണെങ്കിലും ഹൈക്കോടതി നടത്തിയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട് എന്നുള്ളത് SIT ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. 2 CIമാരെ കൂടി വേണം എന്നുള്ള ആവശ്യമാണ്. ഒപ്പം തന്നെ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിട്ടുള്ള A. പത്മകുമാറിന്റെയും ഈ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിലെ ഈ അവധിക്കാല ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. 2 പേരും ഈ ഗോവർദ്ധൻ നേരിട്ട് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി വരികയായിരുന്നു. കൊല്ലം വിജിലൻസ് കോടതി തള്ളിയതിനു ശേഷമാണ് ഇപ്പോൾ A. പത്മകുമാർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി വന്നിരിക്കുന്നത്. ഇതിൽ എന്ത് നിലപാട് എടുക്കും കോടതി എന്നുള്ളതും ഇന്നത്തെ ദിവസം വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കൂട്ടുത്തരവാദിത്തത്തിൽ മാത്രമാണ് നടന്നിട്ടുള്ളത് ഈ ഒരു സ്വർണം പുറത്തേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് A. പത്മകുമാറിന്റെ വാദം. എന്നാൽ കൃത്യമായി A. പത്മകുമാറിന് ഇതിൽ നിർണായക പങ്കുണ്ട് ഈ സ്വർണ്ണക്കൊള്ളയിൽ എന്നുള്ളത് SITയും വാദിക്കുന്നുണ്ട്. ഗോവർദ്ധനാകട്ടെ ഈ സ്വർണം കയ്യിൽ ലഭിച്ച ഒരു സമയത്ത് അത് ശബരിമല സ്വർണ്ണമാണെന്ന് അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞ ഘട്ടത്തിൽ അതിന് പ്രായശ്ചിത്തമായി പണം നൽകിയിട്ടുണ്ട് എന്നുള്ളതും കോടതിയിൽ വാദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ 2 ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു. ഒപ്പം തന്നെ SITയിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ വേണോ എന്നുള്ളതിലും തീരുമാനമുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.